എന്താണ് എടാ അങ്ങനെ വിടാനല്ലായിരുന്നു. അപ്പോൾ നമസ്കാരം, നമ്മളുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ എൻ്റെ വീട് വയനാട്ടുകാരനാണെന്ന് കുറേ പേർക്ക് അറിയില്ല. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ വീഡിയോസ് വരുന്നത് എറണാകുളം മുതൽ അങ്ങോട്ടാണ്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരമൊക്കെയാണ്. ഇപ്പോൾ കുറേ പേർക്ക് അറിയത്തില്ല നമ്മൾ വയനാട്ടുകാരൻ. നമ്മൾ വയനാട്ടുകാരൻ തന്നെയാണ്. എൻ്റെ വീട് വയനാട് പുൽപ്പള്ളിയിലാണ്. ഇപ്പോൾ നമ്മളുള്ളത് മാനന്തവാടിയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നത് നമ്മുടെ നോർമൽ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനത്തെ ഒരു 10-25 കണ്ടൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ കണ്ടൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ ഒരു ചലഞ്ച് വീഡിയോ അല്ല. എന്നാൽ നമുക്കതൊരു ചലഞ്ചാണ്, ഇവർക്കത് അങ്ങനെയല്ല. കാര്യങ്ങൾ എന്താണെന്ന് ഡോഗിൻ്റെ മോൻ്റെ പേരെന്താ, വിളിച്ച ആളുടെ പേരെന്താ? അബേയ്. മോൻ്റെ പേര് റാഷിദ്. നിങ്ങളുടെ പേര് ആദി. എല്ലാവരും കമ്പനിക്കാരായിട്ടോ വരെ. ഇവർക്ക് ഇവിടെ കുറേ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വിളിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്തല്ലേ, ജർമ്മൻ ഷെപ്പേർഡ്. എവിടുന്നാ? കോഴിക്കോട്. ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഒരു 4 ദിവസമായി. എന്താ ഈ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അത് അവിടെ നിന്ന് നമ്മൾ കേറ്റുമ്പോ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തപ്പോ ഇവര് പറഞ്ഞത് അഗ്രഷൻ ഒന്നും ഇല്ല വലിയ. അതായത് ഇവരൊരു ജർമ്മൻ ഷെപ്പേർഡിന്റെ അഡോപ്ഷൻ കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടു പോയതാ. അപ്പൊ അഡോപ്ഷൻ ഇല്ലാന്നാ പറഞ്ഞത്. അല്ല, അഗ്രഷൻ ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പോയൊക്കെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ കാറിലെടുത്തിട്ട് കൊണ്ടുവരാന്ന് വെച്ചിട്ടാ പോയത്. അവിടെ പോയപ്പോ ഇത് കൊല്ലാൻ ചാടിയ ഡോഗ് തെങ്ങും പട്ടന്റെ ചാടി പൂച്ചട്ടിയൊക്കെ തട്ടി ഞങ്ങളെ കണ്ടപ്പോ ആകെ വയലന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ദിവസം വന്ന് പിന്നൊരു ദിവസം ഗുഡ്സൊക്കെ എടുത്തു പോയി കൂട്ടിൽ വായന അങ്ങനെ എടുത്തിട്ട് ഡോഗ് ഇരിക്കുന്ന കൂടുന്ന പറഞ്ഞാൽ അവിടെ നിന്നുള്ള കൂട്ടിൽ അതിനിട്ട് അങ്ങനെ മാസ്ക് ഇടാൻ പോലും പിടിപ്പിക്കില്ല. ഒരൊറ്റ അവിടുത്തെ അമ്മയായിട്ട് മാത്രം അത് അടുക്കുന്നുള്ളൂ. അപ്പൊ അവര് ഈ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ അഗ്രഷൻ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞില്ലായിരുന്നു. ഇല്ലാന്നാ പറഞ്ഞേ. ഇപ്പൊ നിങ്ങളിപ്പോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അവനെ നിങ്ങൾ ഇറക്കാൻ നോക്കിയോ? എന്താ സംഭവിച്ചേ? ഇറക്കാൻ അടുപ്പിക്കുന്നില്ല. എല്ലാരും ചെന്നാലും ഫുഡ് വെക്കാൻ മാറിക്കോ. ചെയിൻ ഇങ്ങനെ ഇടാൻ നോക്കിയാൽ അത് കടിച്ച് വലിക്കുക, നമ്മളടക്കം അങ്ങോട്ട് വലിക്കുന്നുണ്ടല്ലേ, കൂടിന്ന് അങ്ങ് വലിക്കുന്നുണ്ട്. ഗേറ്റ് ഒക്കെ പൊളിക്കാൻ നോക്കി, കടിച്ച് കയറാൻ. ശരി. അപ്പോൾ ഇവർ നമ്മോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവനെ ഒന്ന് പുറത്തിറക്കി ഇവരോടൊന്ന് സെറ്റാക്കി, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. നമ്മൾ അറിയാമല്ലോ, നമ്മൾ 1-2 ഇടുക്കിയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് 2 കൊല്ലം മുന്നേ. പിന്നെ അതുപോലെ ഇടുക്കിയിൽ നമ്മുടെ ഇവിടെ വാഗമണ്ണ്. പിന്നെ അങ്ങനെ 1-2 വീഡിയോ ഇതേ സെയിം സിറ്റുവേഷൻ ഒരാൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അവരുമായിട്ട് സെറ്റാകാതെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കാം. ഇത് അറിയാമല്ലോ, ഇതൊക്കെ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവർ തന്നെ ഇപ്പോൾ 4-5 ദിവസം ഫുഡ് കൊടുത്താണ്. നമ്മളീ വന്നിട്ട് 1/2 മണിക്കൂർ കൊണ്ട് നടക്കുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് അവനെ ഒന്ന്, അതായത് ഇവനെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് വേറെ ഒന്നിനും അല്ലാന്ന് അവനെ ഒന്ന് ബോധിപ്പിക്കണം. അതാണ് ഒരു ലക്ഷ്യം. അത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ സാധാരണ കണ്ടന്റ് പോലെ തന്നെ നമ്മൾ മാറിക്കുവാണ് ചെയ്തത്. ഡോഗ് അവിടെ ഉണ്ട്, ഞങ്ങൾ നേരിട്ട് പോയി ഒന്ന് കണ്ടു നോക്കട്ടെ കേട്ടോ. അവൻ്റെ പേരെന്താ പറഞ്ഞേക്കുന്നത്? ടോബി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് അല്ല, അവന് അഗ്രഷൻ, നമ്മുടെ നോർമലിൽ ഈ ഡോഗിനെ ഒരു അഗ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നാട്ടുകാർക്കൊന്ന് കാണിക്കാനാണ്. നമുക്കൊരു നമ്മുടെ കണ്ടന്റ് ഇങ്ങനെയാണല്ലോ. നീ നോർമൽ അവനൊന്ന് പോയി വിളിച്ചാൽ മതി. നീ കൂടെ അങ്ങ് പോയാൽ മതി. ഒരാൾ വാടാ, എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ, ഇത് കടിച്ചു. ടോബി നോക്കിയോ? ടോബി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾ അത്യാവശ്യം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നല്ലേ? ട്രൈ ചെയ്ത് നോക്കിയതാ. പിന്നെ ഇതാകുന്നില്ല, ഇങ്ങനെ തന്നെ കളിക്കുന്നത്. അത് ശരി. അപ്പോൾ കണ്ടില്ലേ, ഇവര് ഇടയ്ക്കെന്നല്ല, ഇവർക്ക് ഇവിടെ കുറേ എന്നാ ആണോ? അത് ശരി. രാവിലെ മുതല് അത് ശരി. കണ്ടില്ലേ, ഇവര് ആ കൂടടക്കം ഗുഡ്സിൽ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. കാറിൽ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയതാണ്. കാറും കൊണ്ട് പോയിട്ട് ഫസ്റ്റ് പോയിട്ട് നടന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവര് ഈ കേജ് അടക്കം എടുക്കാൻ പോയെന്ന് പറഞ്ഞു കേട്ടോ. ടോബി എടാ, ടോബിയെ ടോബി എന്തിനാ നീ ഇത്ര കച്ചറ ഉണ്ടാക്കുന്നിരാ? ഓ, അവനാകെ അവശനാണല്ലേ, ഡോഗാകെ അവശനാണല്ലേ. 2 കൊല്ലം കൂട്ടിലായിരുന്നോ? ഓ അവൻ്റെ എന്നാ നോക്കാം, അങ്ങനെ കൂട്ടിലിട്ടു. പിന്നെ നിങ്ങൾക്ക് പിന്നെ പബ്ലിക്കിൽ അഡോപ്ഷൻ വെച്ച് നിങ്ങൾ എടുത്തിട്ട് വന്നല്ലേ. പിന്നെ എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞേ? 3 വയസ്സ്. നിങ്ങൾ 2 വർഷം കൂട്ടി കിടന്നതിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ. നീ ഇന്ന് 1x ഇട്ട് വേണമെങ്കിൽ അടുത്തേക്ക് വന്നു ക്ലോസിൽ വന്നെടുത്തോ. ആണോ? കടിക്കാൻ വരിക? വടി പറ്റില്ല. അല്ല, ചെയിനൊക്കെ കാണിക്കുമ്പോൾ എന്താ കാണിക്കുന്നത്? അങ്ങോട്ട് ഉള്ളിലേക്ക് ചെയിനൊക്കെ കാണുന്നതിന് ഉള്ളിലൊക്കെ കളിച്ചിട്ടു അല്ലേ? ടോബി എന്നല്ലേ പേര്? ടോബി എടാ വന്നേ. ടോബി, നമുക്കൊന്ന് ഈ കൂട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നമുക്ക് കിടക്കട്ടെ, സുന്ദരം കിടക്കണ്ടേ? ഇവരെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നിന്നെ ഒന്ന് ഗ്രൂം ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയാണ് നിന്നെ ഒന്ന് പുറത്തിറക്കണം, മുടിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു.
ഇനി ഇവർ ഇതിനെ സുന്ദരനാക്കും. എടേക്ക് വന്നേ, ഡാ ഇവിടെ വാടാ ടോബി, ഡാ വന്നേ, ഇങ്ങന്നേ, ഇവിടെ വന്നേ. എന്താണ് എന്തിനാണ് ഇത്ര കച്ചറ? എന്തിനാ ഇത്ര കച്ചറ നമ്മള്? ഇങ്ങന്നേ ചോദിക്കട്ടെ, ചേട്ടാ ചോദിക്കട്ടെ, ഇങ്ങന്നേ ഇങ്ങന്നേ, ഇവിടെ വന്നേ. ആ ഇങ്ങോട്ട് ഇറച്ചി വരും കേട്ടോ. ടോബി ഇങ്ങ് വന്നടാ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ. നമുക്കൊന്ന് പുറത്തിറങ്ങണ്ടേ? ഇങ്ങ് വന്നേ, കൊച്ചു സുന്ദരനാകണ്ടേ? വാ. ഇവരൊക്കെ നിന്നെ എന്നാ വളർത്താൻ കൊണ്ടുവന്നല്ല, കൊല്ലാൻ കൊണ്ടുവന്നല്ല. ഇങ്ങോട്ട് വാ, വാ. എടാ ഇവിടെ വാടാ. ടോബിക്ക് വന്നേ. എടാ ഇവൻ്റെ എന്നാ ഡോർ ആ സൈഡാ അല്ലേ? ആ ആ ആ അവിടെ കമ്പി കയറിയിട്ട് വെച്ചേക്കാട്ടോ. പക്ഷേ ഈ കൂടെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, 2 കൊല്ലം ഇവൻ അവിടെ ലോക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഏജ് എത്ര വരുമെന്നും എനിക്കൊന്ന് ആ ഫുഡിൻ്റെയൊക്കെ വരും. പിന്നെ അവൻ ആ കണ്ടില്ലേ ആ ഒരു കോലം മൊത്തം ഒന്ന് മാറി കിടക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ ഇവർ ശ്രമിക്കും. നമുക്കൊന്ന് പുറത്തിറക്കി ഇവരൊക്കെ കടിക്കുന്നില്ല, ആരെങ്കിലും ഒരാളൊക്കെ ഒന്ന് കൈ കൊടുത്തൊന്ന് കടിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇവർ ഓക്കെയോ. അങ്ങ് വന്നടാ, ഡാ ടോബി വന്നേ. അവിടെ ആരാ, അവിടെ ആരാ നിനക്കുള്ളേ? ഇവിടെ വാ. ഡാ എന്താണ് ടോബി, ടോബി എന്താടാ, എന്തിനാണ്, എന്താ ഇത്ര കച്ചറ? എന്തിനാ എന്തിനാ ഇത്ര കച്ചറ? നമ്മൾ ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങണ്ടേ? നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങണ്ടേ? കൊച്ചിങ് വന്നേ ചോദിക്കട്ടെ, ചേട്ടാ ചോദിക്കട്ടെ. ഇങ്ങ് വന്ന് ചേട്ടയ്ക്ക് ഒരു ഉമ്മാരോ, ഒരു ഉമ്മാരോ, ഒരു ഉമ്മ. ഇങ്ങ് വന്നേ, ഒരു ഉമ്മാരുടെ ഏടായി വാ, ഓടിയാ മോനിങ് വന്നേ. എടാ ഇവിടെ വാടാ, ഓടിയാ ഇങ്ങ് വന്നേ, വാ. ഒരു ഉമ്മാരുടെ ഒരു ഉമ്മാരുടെ ഉള്ളിക്കട കേട്ടോ. എങ്ങനെയാണ് അവന് കടിക്കണം? കടിയാണ് അവൻ്റെ മെയിൻ ലക്ഷ്യം അല്ലേ? കടിയാണ് കൊച്ചിൻ്റെ മെയിൻ ലക്ഷ്യം. എന്താണ് എന്താണടാ? ഇല്ല കേട്ടോ. ആ നീ അങ്ങനെ ഇറങ്ങിപ്പോയെങ്കിൽ ശരിയാകാം. ആ ലീശ എന്നോ അവനെ. ഒരു എൻ്റെ കാറിൽ ബേക്കിൽ ഇച്ചിരി വണ്ണം കൂടുതല. അപ്പോൾ ഞാനൊരു ലീഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി വണ്ണം കുറവ്, നമുക്ക് അതിട്ടിട്ട് അവനൊന്ന് പുറത്തിറക്കണം. അപ്പോൾ എന്നാ അവനിച്ചിരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹൈപ്പറായിട്ട് ആക്റ്റീവ് ആകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അവൻ. നമ്മൾ ആ ഇത് പിടിക്കാൻ പോയപ്പോൾ തന്നെ കണ്ടില്ലേ? അപ്പോൾ തന്നെ അവനെ ഇങ്ങോട്ട് കടിയല്ല, ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, നിലത്ത് നിൽക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളതോ ഇതിട്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ ആൾ അറിയാമല്ലോ, ഈ നാട്ടുകാരനോ അല്ല, ഡോഗ് കോഴിക്കോട് നിന്ന് വന്നതുകൊണ്ട് ഇതിനെ കോഴിക്കോട് നിന്ന് വന്നതുകൊണ്ട് നമ്മുടെ ഇതുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഇവിടെ നല്ല സൗകര്യം കേട്ടോ. ഇവനെ ആക്ടിവിറ്റിക്കൊക്കെ പുഴയൊക്കെ ഉണ്ട്. ഈ കാണുന്നില്ല, ഇത് നമ്മുടെ മാനന്തവാടി പുഴ കേട്ടോ. കബിനി നദീൻ്റെ പോഷക നദി, 2 നദികൾ, അതായത് വയനാട്ടിൽ ഒഴുകുന്ന 2 നദികൾ കൂടിയിട്ടാണ് കബിനി നദി ആയി വരുന്നത്. അപ്പോൾ ഇവിടേക്കൊക്കെ ഇവനെ അഴിച്ചു വിട്ടാൽ ഇവർക്ക് ഇവരെ നീന്താം, കുളിക്കാം, അനുഷാറായിക്കോളും. പക്ഷേ ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങണം. അല്ലേ, ഒന്ന് പുറത്തിറങ്ങണം കൊച്ചു. അല്ലടാ ഇവിടെ വാ, ഡാ ഇവിടെ വാടാ, ഇവിടെ വാടാ, ഡാ ഇവിടെ വന്നേ, ഇങ്ങന്നേ കൊച്ച്. എന്താണ് ഇങ്ങനെ ഓടിയാ, ഡാ ഇവിടെ വരാ, ഡാ ഇവിടെ വാടാ, ഡാ ഇവിടെ വാ, നമുക്ക് പോവാം. നീ എന്താ അവിടെ നോക്കുന്നേ? അങ്ങനെ അവിടെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? എന്താണ് എന്തിനാണ് ഈ കടി? എന്തിനാ കടിച്ചാൽ എനിക്ക് അടങ്ങുള്ളൂ? ഇങ്ങ് വന്നേ ഇവിടെ വാ. എടാ ഇവിടെ വരാൻ, തിരിഞ്ഞു നോക്കടാ ടോബിയെ. അപ്പോൾ നമുക്ക് ടോബിനെ ഒന്ന് ചെയിൻ ഇട്ടിട്ട് അഴിക്കാം, അല്ലെങ്കിൽ അവന് ഇതൊക്കെ പൊളിച്ചങ്ങ് ഓടും. മോനെ ഇറങ്ങിയാലോ നമുക്ക്? ഒന്ന് ഇറങ്ങണ്ട നമുക്ക്? വാ, 2 കൊല്ലമായിട്ട് കൊച്ചു ഇറങ്ങിയില്ലാന്ന് പറയാം, നമുക്കൊന്ന് ഇറങ്ങാം. ഇങ്ങ് വന്നേ, ഡാ ഇവിടെ വാ. അതെ, ഇതൊക്കെ അങ്ങോട്ട് കടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നൊരു കാര്യം പറഞ്ഞിട്ടോ. ഇങ്ങ് വന്നേ, വാ. അതിനോ ഇവിടെ വാ. ഇല്ലടാ, ഇങ്ങ് വന്നേ. ഇല്ല, നോ 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 നോ. ഇങ്ങ് വന്നേ, വാ, ഇവിടെ വാ. എടാ ഇങ്ങ് വാ, ഓടിവാ കൊച്ചിങ് വാ. കണ്ടോ ഇവനെ ഇങ്ങനെ സ്വഭാവം കേട്ടോ. ഈ സാധനം ഇടിയാൻ സമ്മതിക്കില്ല. അതൊരു ടാസ്ക്കാണ് ഈ ഇടാൻ സമ്മതിക്കാത്തുള്ള സംഭവം. നമുക്കൊന്ന് ജസ്റ്റ് വേറെ 1-2 മാർഗ്ഗങ്ങൾ നോക്കാം.
എന്താണ്? ഏ ഏ ആ ഗേറ്റ് അഴിച്ചു വിട്ടാൽ നിങ്ങൾ ഓടി ആക്കി കയറിക്കോട്ടോ, ഞാൻ അഴിച്ചു വിട്ട് നിർത്താം. ഏ അല്ല നിങ്ങൾ അതിന് വേണ്ട കയറുന്നാൽ മതി, പോണ്ട, അഴിച്ചു വിടൊന്നുമില്ല. ഓ ഇതിൻ്റെ അടി വിട്ടിരിക്കുക അല്ലേ? ഓക്കെ ഓക്കെ, അതിനോ മാറ ബാ. ഇല്ല മാറ, ഇല്ല ഇതെടുക്ക മാറ, വാ പോവാ വാ. ഇല്ല ഇല്ലടാ ഞാൻ കൊണ്ടാടാ, വാ 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 ഇങ്ങോട്ടാ ടോബി, വാ 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 പോവാ. ഇവിടെ 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 വാ ടോബി, ഡേ ഇവിടെ വാടാ, വാ എന്നാ ഇതിരട്ടെ വാ. അപ്പോഴേ ഇവൻ അറിയാലോ, ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഈ ഡോഗ് ആദ്യമായിട്ടാണ് ഈ 2 കൊല്ലത്തിനിടയിൽ കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ബൈ ചാൻസ് ചിലപ്പം എന്നെ കയറി ആയില്ല ഇല്ലടാ, ബൈ ചാൻസ് കയറി എന്നെ കയറി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡോഗിന് നോ വാ 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 വാടാ, ഇല്ല വാ 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 വാടാ. വാക്സിൻ എടുത്തിട്ടില്ല, അത് കുഴപ്പമില്ല, പോവാ വാ. രണ്ട് വർഷമായിട്ട് ഇറങ്ങാത്തതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ് ഇങ്ങനെ ആക്റ്റീവായിട്ട് റോഗേ പെട്ടെന്ന് കയറി ബൈറ്റ് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമുക്ക് പിന്നെ അങ്ങ് തുറന്നും കൊടുക്കണം കേട്ടാ. എന്താ ക്യാമറമാനാ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ക്യാമറമാൻ പുതിയ ക്യാമറമാനാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഇന്ന് ടിജോയൊന്നും ഇല്ല, അല്ലേ ടിജോയൊക്കെ കൊല്ലമാണ്. വയനാട്ടിൽ നിന്ന് പെട്ടെന്നായിരുന്നു. ഇവർ ഇന്നലെയാണ് എന്നെ വിളിച്ചത് കേട്ടോ. ഇന്നലെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഇന്ന് പെട്ടെന്ന് വന്നതാണ്. ഇന്ന് ഓൾറെഡി ഇന്ന് വൈകുന്നേരം നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ അവിടെ 2 വീഡിയോ, ഡോബർമാൻ്റെ വീഡിയോ വരാനുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ടോബി. അപ്പോൾ ഇത് ചെറിയൊരു മുറിവ് കേട്ടോ, അവൻ്റെ പല്ല് കൊണ്ടതല്ല, നമ്മളെ ഇറക്കാൻ നേരത്തെ കമ്പി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവൻ എന്തൊക്കെയോ സംതിങ് ഈ 2 വർഷത്തിൻ്റെ ആ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പ്രേക്ഷകരും ഉണ്ടല്ലോ. വെയിലുണ്ടോ അവിടെ? നിങ്ങൾ മാറുന്നു. ഇപ്പോൾ എല്ലാവരും പറയും ഈ 2 വർഷം എന്തിനാ പട്ടീനെ കൂട്ടിലിട്ടു എന്നൊക്കെ ചോദിക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ ആദ്യത്തെ ഓണറെ വലിച്ചുകൊണ്ട് പോയി അവർ വീണ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് കൂട്ടിലിട്ടു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മളെപ്പോലെ ഡോഗ് ലവർ ആകണമെന്നില്ല. അവരുടെ സാഹചര്യത്തിൽ അവർക്കൊരു ഈ പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കൂട്ടിലിടും. അങ്ങനെ സംഭവിച്ചതാണ്. പിന്നീട് കണ്ടില്ലേ, നമ്മൾ ആ കൂട്ടിനടുത്തേക്ക് പോകുമ്പോൾ അവൻ അത്രയും ടെററാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡോഗ് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെല്ലാവരും ഇവരെല്ലാവരും ട്രൈ ചെയ്താണ്. ഇവരൊക്കെ ആനിമൽ ലവേഴ്സാണ്, ഡോഗ് ലവേഴ്സാണ്. അല്ലെങ്കിൽ ഇവൻ ഈ കടിക്കുന്ന ഡോഗിനെ അവർ പോയി എടുക്കാൻ നിൽക്കുമല്ലോ. ആദ്യം പോയി കണ്ടിട്ട് കടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആദ്യം ചെന്നു. അത് കഴിഞ്ഞ് ഡോഗ് കടിക്കുന്നു കണ്ടപ്പോൾ തിരിച്ചു പോന്നു. വീണ്ടും പോയിട്ട് അവർ വണ്ടി വിളിച്ചു പോയി. ഇവിടുന്ന് കോഴിക്കോട് 100-120 കിലോമീറ്റർ ഉണ്ട്. ഗുഡ്സ് വിളിച്ചു പോയി കൂടക്കം കൊണ്ടുവന്നത് അവർക്ക് ആ ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അവരുടെ കൈ കൊടുത്ത് ഇവൻ കടിക്കുന്നില്ല എന്ന് നമ്മളൊന്ന് വരുത്തി തീർക്കുന്നു. ഒരു മനുഷ്യൻ പോയി ആ കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയാലല്ലേ ആ ഡോഗ് കടിക്കുമല്ലോ എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും അത് കടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ വന്നത് അതിനാണ്. ഈ പട്ടി കടിക്കുന്നില്ല എന്നും തെളിയിച്ച് ഇവർക്കൊന്ന് കൊടുക്കാതെ മാത്രമേ ലക്ഷ്യമുള്ളൂ. ടോബി വാ. ഇതിൻ്റെ ഓണർ ആരാ? വാ ചടങ്ങി പറയാം. ഇല്ല അങ്ങനെ വരരുത്, നിങ്ങളെല്ലാവരും കണ്ടോണ്ടാ. വാ കുഴപ്പമില്ല വാ. No! Toby! Ha!
ടെമ്പർ നിൽക്കണം. ആ ലീഷ് എടുക്കണം, മറ്റേ ലീഷ് എടുക്കണം. ടെമ്പറായെന്നാ. അതായത് അവരാ പെട്ടെന്ന് നിങ്ങളെ വിളിച്ചില്ലേ, അതിൽ നിങ്ങളൊക്കെ ചാർജ് ചെയ്താ. അങ്ങനെ വിളിക്കരുത്, എല്ലാവരും കൂടെ ഒരിക്കലും വിളിക്കരുത്. നീ ഒരാൾ ഒറ്റയ്ക്ക് മുമ്പ് വന്നതായിരുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. വാ എണീക്ക്. ഓക്കെയാ. നമ്മുടെ ആ സൗണ്ടെല്ലാം അവർ ക്യാച്ച് ചെയ്യും. ഇപ്പം നിങ്ങളവിടെ നിന്നിട്ട് രണ്ടുപേരും ഡൗട്ടിൽ അങ്ങോട്ട് നോക്കിയല്ലോ. ഈ ഡൗട്ടൊക്കെ അവനെല്ലാവരും ഡൗട്ടാണ്. അപ്പോൾ ഓൾറെഡി ഇവൻ എൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ എന്നോട് ഡൗട്ടില്ല, നിങ്ങൾ ഓൾറെഡി ഡൗട്ടാണ്. അപ്പോൾ നിന്നോട് മുമ്പോട്ട് വരാൻ വന്നത് നിങ്ങളെല്ലാവരും കൂടെ ഒരു പാനിക്കായി. പിന്നെ ഓൾറെഡി നീ പേടിച്ച്, അപ്പോൾ അവൻ വെച്ച് ചാർജ് കൂടി. അതാണ് അവൻ ചെയ്തത്. ഇപ്പോൾ നമ്മൾ അതുപോലെ ഇനി ഇറക്കി അടക്കുമ്പോൾ നമുക്ക് നോക്കാം ബാക്കി. ഇപ്പോൾ ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഹോൾഡ് പിടിക്കുക. ഇത് നമ്മുടെ ശരീരത്തേക്ക് ഡോഗ് വരാതിരിക്കാനുള്ളതാണ്. നമ്മൾ കൂടെ പിടിക്കുമ്പോൾ കയറി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു 5-10 സെക്കൻഡ് അവരെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമുക്കറിയാം കൈ പിടിക്കുമ്പോൾ അറിയാം അവർക്ക് എത്രത്തോളം സ്ട്രെസ് ആകുന്നുണ്ടെന്ന്. ഇപ്പോൾ അവൻ ആ ഒരു ടൈറ്റിൽ കൂളായതാണ്. ഇനി ഫ്രീ ആയിക്കോളൂ. അപ്പോൾ അവൻ ആ ഒരു പേടി വന്നിട്ടുണ്ടല്ലോ മനസ്സിൽ. ആ പേടിയൊക്കെ മാറി കഴിയുമ്പോൾ അങ്ങ് ആവും. വാ വാടാ ടോബി, വാ എണീക്ക്. വാ 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 എണീറ്റ് വേണോ? ഒരു കുഴപ്പമില്ലല്ലോ കൊച്ചിന്. ഓക്കെ കേട്ടോ. കൊച്ചു ഓക്കെ കേട്ടോ. ഓക്കെ കേട്ടോ. കൊച്ചു ഓക്കെ. സുന്ദരനാ കേട്ടോ, സുന്ദരനാ. സുഞ്ഞാവേ കേട്ടോ. എൻ്റെ കൊച്ചു ഓക്കെ കേട്ടോ. ടോബി ഓക്കെ ആയേ. ടോബി ഓക്കെ കേട്ടോ. എനിക്കറിയാം ഈ വീഡിയോയിൽ കുറച്ചൊക്കെ നെഗറ്റീവ് നിങ്ങൾ അടിക്കുമെന്ന് എനിക്കറിയാം. വേറെ ഒന്നുമല്ല, നമുക്ക് ബൈറ്റ് വരാൻ നേരത്താണ് ഞാൻ ഹോൾഡ് ചെയ്തത്. ഈ 1 2 3 4 5 6 7 8 ഒരു 10 15 പേര് കണ്ടതാണ്. ഇന്നിവിടെ നടന്ന കാര്യം ഓൾറെഡി ഇവരെല്ലാവരും കണ്ടതാണ്. എപ്പോഴാണ് ഞാൻ ഹോൾഡ് ചെയ്തതെന്നും ഇവരെ ബൈറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഹോൾഡ് ചെയ്തത്. ആ ഹോൾഡാണ് പിന്നെ എൻ്റെ നേരെ ചാർജ് ചെയ്തിട്ടോ. ഇങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെ. പക്ഷേ ടോബി കുഴപ്പമൊന്നുമില്ല. ഇവർ കൂളായിട്ട് പറഞ്ഞ് ആ ഒരു സമയത്ത് ജസ്റ്റ് ഇവരൊന്ന് പാനിക്കാകാതെ പിടിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ നിൻ്റെ കൂടെ നടന്നേനെ, സിമ്പിളായിട്ട് നടന്നു പോയാൽ. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ല ഇതിപ്പോൾ 4 ദിവസമായുള്ള വന്നിട്ട് ഡോഗ് വന്നിട്ടുള്ളൂ. നിങ്ങളോട് ഓൾറെഡി ഈ പറഞ്ഞ ആ ഒരു ദേഷ്യവും കാര്യങ്ങളാണല്ലോ ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ പാനിക്കായി. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ 5-6 പേരല്ലേ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ മച്ചാൻ പോയ പോലെ കൂളായി കഴിയുമ്പോൾ എല്ലാവരും ഓക്കെ ആവും. പിന്നെ അവനെ തുറന്നു വിട്ടാൽ മതി ഈ പറഞ്ഞ പോലെ. എന്നാ മച്ചാൻ ഇതിനെ പിടിച്ച്, ഞാൻ പിടിച്ചോട്ടോ, ഞാൻ കഴിക്കാം. മച്ചാൻ അങ്ങ് പിടിച്ചാൽ മതി. വാ. ഇല്ല മെത്തേക്ക് വരില്ല. മച്ചാനെ മെത്തേക്ക് വന്നാൽ ഞാൻ പിടിക്കും, എൻ്റെ മെത്തേക്ക് മച്ചാൻ പിടിച്ചാൽ മതി. നടത്താം, അങ്ങോട്ട് നടത്തിക്കും. ഇതിപ്പോൾ നമുക്ക് ഇവരെ എന്നാ മച്ചാൻ്റെ മെത്തേക്ക് വന്നാൽ ഞാൻ പിടിക്കും. വാ വാ ഓ ഇല്ല വാ. ഇല്ല ടോബി വാ. അവനൊന്ന് റൗണ്ടൊക്കെ നടന്നു കഴിയുമ്പോൾ അവൻ കൂടാവും. രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പേടി മാറും. മച്ചാൻ ഒന്ന് പിടിച്ചേ. അതായത് മച്ചാൻ്റെ അടുത്തേക്ക് വന്നാൽ മച്ചാൻ പിടി. ഇല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പിടിച്ചാൽ വാ, എൻ്റെ കൂടെ നടന്നോ, ഇങ്ങോട്ട് വാ. ചെയ്യില്ല. അത് ആ സമയത്തൊരു പാനിക്. നമ്മളാകെ ചെയ്തറിയോ ഒരു കടി, അതിൽ നിൻ്റെ ജീവിതം പോകാനൊന്നുമില്ല. നിൻ്റെ ജീവിതം പോകാൻ. പക്ഷെ ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അവനവിടെ ഇറങ്ങാൻ ഓക്കെയാണ്. അപ്പോൾ ഇനി കൂട്ടിക്കയറ്റിയാൽ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ലീഷില്ലേ, ഞാൻ തന്ന കൂടെ ലീഷ്, ഈ ലീഷിട്ട് കൂട്ടിലിടുക. എന്നിട്ട് വേറെ നോക്കൊന്നും വേണ്ട, ആരെ നോക്കരുത്. നേരെ അവനും കൂടെ പുറത്തേക്ക് ഇറങ്ങി നടക്കുക. മനസ്സിലായോ? ആരെ നോക്കുവോ ആരെ പിടിക്കുവോ ഇവിടെ വെകളോ ഒന്നും വേണ്ട. ഒരാൾ വേണം കൂട്ടി നിൽക്കുക, ബാക്കിയുള്ള ആൾ കയറുക, അഴിക്കുക, കൊണ്ടാക്കുക. അതിനുള്ളിലല്ലേ? വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൊടുത്തോ. നീ അത്ര അടുത്തേക്ക് പോകണ്ട. വിളിക്കായിരുന്ന അത് കുഞ്ഞാണ്. അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ടോബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുതിരാണ് ടോബിനെ പുറകെ പോവുക.
അവൻ കുറേ നേരം പുറകവറ കിടക്കുന്നു. അവൻ എത്ര മാസമായിട്ടുണ്ടാവും ഇപ്പോൾ? 1 വയസ്സായോ? കുഴപ്പമില്ല, എന്തായാലും കുഞ്ഞാണല്ലോ അല്ലേ? കളി അവന് ഇഷ്ടപ്പെട്ടവന്, അവർ തമ്മിൽ ലവ്. ചില സമയത്ത് അവരിങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട് പോകുന്ന സ്ഥലത്തേക്ക് അവരങ്ങനെ പോയി അവർ ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോൾ നിങ്ങളോട് ഓക്കെ ആവും. അതുവരെ എല്ലാവരും ടെൻഷനായിരിക്കും, മനസ്സിലായില്ലേ? ഇവനിപ്പോൾ അവൻ്റെ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് വന്നല്ലോ. ഇപ്പം എന്താ ആളാരാ, നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്, കൊല്ലാൻ കൊണ്ട് ഈ സൈഡിൽ കൊണ്ടുപോയിക്കുക വെള്ളത്തിലേക്ക്. ഈ സൈഡിലേക്ക് അവൻ പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ നേരെ കയറ്റിയാൽ നീ ഇങ്ങനെ കയറ്റേ കയറിക്കാൻ പറഞ്ഞു. വിട്, ആ സാധനം വിട്. അടയ്ക്കടാ എടാ, അങ്ങനെ വിടാനല്ലായിരുന്നു. കയറിക്കോളൂ. നിങ്ങളെല്ലാവരും കൂടാതെ ആരും വിളിക്കണ്ട, ആരും ഓടണ്ട. നീ നടന്നേ. വിളിക്കണ്ട. നടക്കട്ടെ. ആരും ഓടണ്ട കേട്ടോ. ചേട്ടൻ വേണം ഉള്ളിൽ കയറിക്കോ, ചേട്ടൻ പേടിയുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അവനെ ബീഫ് ഇട്ട് കൊടുത്ത് അങ്ങനെ കൂട്ടിലേക്ക് ബീഫ് ഇട്ടു കയറി. ഇവരെ ഒന്ന് ജസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ വന്നായിരുന്നു, സീനുണ്ടായിരുന്നു. ക്യാമറമാൻ മാറി നിർത്തി, അതുകൊണ്ട് വീടെടുക്കാൻ പറ്റിയില്ല. അത് ഇച്ചിരി സീനായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവർ ഓടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ ഓടിയായിരുന്നെങ്കിൽ പറ്റും, നീയും ജസ്റ്റ് ഒന്നുകൂടെ ഓടിയായിരുന്നു ബൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ നിന്നോടൊരു ബോണ്ടുള്ളതുകൊണ്ടാണ് അവൻ ആ കടിക്കാൻ വന്നിട്ടും ജസ്റ്റ് തിരിഞ്ഞു വന്നത്, അല്ലെങ്കിൽ കയറി കടിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇവരുടെ ഇപ്പോൾ അവൻ പാനിക്കാണ് മൊത്തോടെ. അതാണ് ഈ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു 2 വട്ടം ഇപ്പോൾ അഴിഞ്ഞു പോയിട്ട് നമ്മൾ ഇത്രയും ആൾക്കാർ വന്നിട്ടും കയറി കടിച്ചിട്ടില്ലല്ലോ. ഡയറക്റ്റ് ഓടി വന്ന് കടിക്കും, ആദ്യം തന്നെ കടിക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ അവന് ഈ ഏരിയ ആയിട്ട് ഇവന് ഓക്കെ വരുമ്പോൾ കൂളായിട്ട് വരും. ആ ഓക്കെ ആകുന്ന വരെ നമ്മളൊന്ന് പൊരുത്തപ്പെടണം. ഇപ്പോൾ ആ കണ്ടീഷനല്ലല്ലോ, നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടീഷനല്ലല്ലോ. ഇപ്പോൾ ഇതിൽ പിടിക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് സെറ്റായി. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നമ്മൾ അവിടെ കൂടായിരുന്നപ്പോൾ ഇതുപോലെ കൂടിനടുത്ത് കൈ പോയിട്ട് നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു ഇത് മാറിയല്ലോ. ഇതിങ്ങനെ 2 വട്ടം ചെയ്യുമ്പോൾ ആവും, നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കൈ വെക്കാൻ അവർ നോക്കിയിട്ടില്ല, അതിനാണ് കോലം മാറിയത്. എന്തായാലും ഇത്രയും കടിക്കുമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഇവനെ നിങ്ങളുടെ ഒരു പാർട്ടാക്ക്, നിങ്ങളുടെ എല്ലാവരുടെയും. ഇതിനേക്കാളായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഇത്രയും ആൾക്കാരില്ലേ, ഒന്നുമില്ലല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ. അപ്പോൾ ഇത്രയും ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അത് ഒന്ന് അവനെ കാമാക്കി കൊണ്ടുവരാൻ പറ്റും. കാരണം അങ്ങനെ കാമാകത്ത് പട്ടി ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഉള്ള കടി പോലെ അല്ല. ഇപ്പോൾ അല്ലെങ്കിൽ വിരലോലും വെക്കത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അവനൊന്നും ആയല്ലോ, അതൊന്ന് ഓക്കെ ആക്കി കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഞാൻ സുന്ദരനായി വരണേ, ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പോട്ടെ ഏട്ടാ, പോട്ടെ, ടാറ്റ പറയുകയാണേ, ഞാൻ പോവാണേ കേട്ടോ.